ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിയുടെ താലപ്പൊലി ജനുവരി 5-ന് ആഘോഷിക്കുമെന്ന് താലപ്പൊലി സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആചാരപ്രകാരം അനുഷ്ഠാനപ്രകാരം നാട്ടുകാരുടെ വകയായിട്ട് ഇവിടെ അനുഷ്ഠിച്ചു വന്നിരുന്നൊരു പ്രധാനപ്പെട്ട ദൈവീപരമായ ചടങ്ങാണ്. ശ്രീ ഗുരുവായൂരപ്പന് ജന്മാഷ്ടമിയും ഏകാദശിയും ഉത്സവവും മാതിരി തന്നെ ഭഗവതിക്ക് ആണ്ടിൽ 2 വിശേഷമാണ് മെയിനായിട്ടുള്ളത്. നവരാത്രി കഴിഞ്ഞത് അത് പണ്ട് മുതൽ നമ്മളുടെ പിള്ളേര് താലപ്പൊലിക്കാണ് പ്രധാനം. പിള്ളേര് താലപ്പൊലി എന്ന പേരിലാണ് ഈ ആഘോഷം അറിയപ്പെടുന്നത്. ഉച്ചയ്ക്ക് 12-ന് ക്ഷേത്രനട അടച്ച ശേഷം ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. ചോറ്റാനിക്കര വിജയൻ, വൈക്കം ചന്ദ്രൻ, ചെർപ്പുളശ്ശേരി ശിവൻ എന്നിവർ നയിക്കുന്ന പഞ്ചവാദ്യം അകമ്പടിയാവും. കൊമ്പൻ ഇന്ദ്രസൻ കോലമേറ്റും. കിഴക്കേ നടയിൽ പഞ്ചവാദ്യം അവസാനിച്ചാൽ പെരുവനം സതീശൻ മാരാരുടെ പ്രമാണത്തിൽ മേളം തുടങ്ങും. 1500-ലേറെ നിറപറകളോടെ ഭക്തർ എഴുന്നള്ളിപ്പിനെ സ്വീകരിക്കും. ഗുരുവായൂർ മുരളിയുടെ നാഗസ്വര അകമ്പടിയോടെ കുളപ്രദക്ഷിണം നടക്കും. സന്ധ്യയ്ക്ക് ദീപാലങ്കാരം, ഗുരുവായൂർ കൃഷ്ണകുമാറിൻ്റെ തായമ്പക, രാത്രി കളമ്പാട്ട്, എഴുന്നള്ളിപ്പ് എന്നിവയുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ അഷ്ടപതി, ഭക്തിപ്രഭാഷണം, തിരുവാതിരക്കളി, കുച്ചിപ്പിടി, കളരിപ്പയറ്റ്, ഭരതനാട്യം, വീരനാട്യം എന്നിവ നടക്കും. രാത്രി 7-ന് പിന്നണി ഗായകനും വയലിൻ വിദ്വാനുമായ വിവേകാനന്ദൻ നയിക്കുന്ന ഭക്തിഗാനമേള അരങ്ങേറും. എൻ പ്രഭാകരൻ നായർ, ഇ കൃഷ്ണാനന്ദ്, മോഹൻദാസ് ചാലിനാട്ട്, ജി കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.